അസ്സലാമു അലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഭയങ്കര പരാതിയാണ്, വോയിസ് ഇല്ലാതെ കാണാൻ നല്ല രസമുണ്ട്, വോയിസ് ഇല്ലാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻ്റൊക്കെ ഇടുന്നുണ്ട് ഓരോരുത്തർ. എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻ്റ് ഇട്ട് ഇടുന്നവരുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് നോക്കണേ. ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ്, നമ്മൾ ഒരുപാട് ലെങ്ത്തിലൊന്നും എടുക്കുന്നില്ല. കുഞ്ഞു വീഡിയോ, നമ്മൾ എന്നും ഡെയിലി വ്ളോഗാണ്, നമ്മുടെ വിശേഷങ്ങളും പാചകങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7:30 മണിക്കാണ് ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിപ്പോൾ ഒരു പൊതി ശർക്കര ചായ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഇഞ്ചി, ഏലക്കായ, പട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാലും വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ആദ്യം വെച്ചിട്ടുള്ളത്. പിന്നെ ശർക്കര പൊടിച്ച് ചേർത്ത് പിന്നെ തിളച്ച് വരുന്നപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുത്ത് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ചെറിയൊരു തലവേദനയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അങ്ങനെ ചായ കുടി കഴിഞ്ഞത് പുറത്ത് നല്ല ചില ദിവസങ്ങളിൽ നല്ലൊരു കോട മൂടിയ കാലാവസ്ഥയായിരിക്കും. അടുക്കളയിലേക്ക് വന്നിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ അടുപ്പിൻ്റെ മേലെ കിടക്കും കേട്ടോ, ചൂട് തട്ടി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ രോമന്തയിലൊക്കെ ഉണ്ടാവില്ല വറ്റുകൾ, അപ്പോൾ അതൊക്കെ മാറ്റി ആദ്യം ഒരു ബ്രഷ് കൊണ്ട് അടിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ വെണ്ണീറൊക്കെ വാരിയിട്ട് എന്നിട്ട് നന്നായിട്ടൊരു തുണി കൊണ്ടൊക്കെ നനച്ച് തുടച്ചിട്ടാട്ടോ തീയൊക്കെ കത്തിക്കുന്നത്. ഇന്ന് നല്ലൊരു അവിയലിൻ്റെ റെസിപ്പിയും കൂടി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ ഞാനൊരു 3 വലിയ കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി വെള്ളവും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു 3/4 വേവാകുമ്പോൾ നമുക്ക് ബാക്കി ചേരുവ ചേർക്കാം. ഞാനിവിടെ മുരിങ്ങക്കായും പച്ചക്കായും പിന്നെ പയറും ക്യാരറ്റും വെച്ചിട്ടാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പല രീതിയിലും പലരും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊരു 3/4 വേവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മുരിങ്ങക്കായും ക്യാരറ്റും കട്ട് ചെയ്ത് കഴുകിയെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒരു 3/4 വേവാകുന്ന സമയത്താണ് പിന്നെ നമ്മൾ ലാസ്റ്റ് പയർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാത്തിനും കൂടിയുള്ള ഉപ്പ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിന് നന്നായിട്ട് അങ്ങോട്ട് തീ കത്തിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ ദിവസം വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. ഡെയിലി വ്ളോഗ് ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എന്ത് തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഞാൻ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയതായിട്ട് വന്ന കൂട്ടുകാർ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങയും പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചെറിയ ഉള്ളി അതുപോലെ തന്നെ കാന്താരിമുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മൂടി വെക്കാം. പിന്നെ മൂടി തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് മുന്നേ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് തീ കത്തിച്ച് അടുപ്പത്ത് അങ്ങനെ വെക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് വേഗം വാങ്ങി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടാണ് പിന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചേനയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മത്തൻ്റെ ഇലയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി കാന്താരിമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ല കട്ടിയുള്ള വെള്ളം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഞാൻ.
ഒരുപാട് ചെറുതാക്കിയിട്ടല്ല, 1 2 3 4 പിച്ചി എടുത്തിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് താളിപ്പോവും. അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും കേട്ടോ. അതിൽ മൂടി വെക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മത്തനിലൊക്കെ വേവാൻ ഒരുപാട് സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയൂണിന് അവിയലും മത്തൻ്റെ ഇലയും പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കറിയൊക്കെ ആയതിനു ശേഷം ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 1:15 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ചോറൊക്കെ വിളമ്പി കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ചോറും കറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടോട് കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കൊക്കെ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ കേട്ടോ. ഈ ഒരു അവിയലിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മളിതാ മത്തൻ്റെ ഇലയും അവിയലും ഉണക്കമീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.